നമസ്കാരം പ്രിയപ്പെട്ടവരെ. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന SPDC സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 2026 ജനുവരി 30 അപേക്ഷിക്കാനുള്ള അവസാന തീയതി. SPDC സ്കോളർഷിപ്പ് പ്രോഗ്രാം ഫോർ ഡയസ്പോറ ചിൽഡ്രൻ. എല്ലാ വർഷവും 150 കുട്ടികൾക്കാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. ഈ വർഷം ഒന്നാം വർഷ കോഴ്സുകൾക്ക് ചേർന്നവർക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. അതിൽ MBBS മെഡിസിന് മാത്രം രണ്ടാം വർഷം പഠിക്കുന്നവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. 2 മുതൽ 5 വർഷം വരെയാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഒരു വർഷം $4000 വരെ ഈ സ്കോളർഷിപ്പായിട്ട് കുട്ടികൾക്ക് കിട്ടും. ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ ഇത് വിദേശത്ത് ജോലി ചെയ്യുന്ന മാതാപിതാക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതിന് അപേക്ഷിക്കാനുള്ള മാനദണ്ഡം എന്ന് പറയും, ഇപ്പോൾ NRI കാറ്റഗറിയിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ മാസ വരുമാനം $5000 കൂടാൻ പാടില്ല. ഇനി ECR കാറ്റഗറിയിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ മാസ വരുമാനം $3000 കൂടാൻ പാടില്ല. ഇപ്പോൾ NRI കാറ്റഗറിയിൽ അപേക്ഷിക്കുന്നവർ +2 അവരുടെ കുട്ടി +2 വിദേശത്ത് പഠിച്ചിരിക്കുന്നവരായിരിക്കണം. ECR കാറ്റഗറിയിൽ, അതായത് പ്രവാസികളായി ജോലി ചെയ്യുന്ന മാതാപിതാക്കൾ അവരുടെ കുട്ടികൾ നാട്ടിലാണ് സ്കൂളിലൊക്കെ പഠിച്ചതെങ്കിലും അവർക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കും. ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കണമെങ്കിൽ അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം NAAC A ഗ്രേഡ് അക്രഡിറ്റേഷനുള്ള സ്ഥാപനമായിരിക്കണം. ഇപ്പം NITകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, IITകൾ അങ്ങനെയൊക്കെ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും പ്രൈവറ്റ് കോളേജുകളും NAAC A ഗ്രേഡ് അക്രഡിറ്റേഷനുള്ള നിരവധി കോളേജുകളുണ്ട്. അപ്പോൾ അവിടെ പഠിക്കുന്നവർക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കും. എൻജിനീയറിങ്, ആർക്കിടെക്ചർ, BA, BCom, BSc, ഫാർമസി, LLB, ഫിസിയോതെറാപ്പി, BSc നഴ്സിംഗ്, ആയുർവേദ, മാനേജ്മെൻറ്റ് കോഴ്സുകൾ ഇങ്ങനെയൊക്കെ പഠിക്കുന്നവർക്കെല്ലാം ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കും. അതായത് +2-ന് 60% മാർക്കുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇത് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശങ്ങളിൽ സ്ഥിരമായി ഇന്ത്യൻ പൗരത്വമില്ലെങ്കിലും അവരുടെ കുട്ടി ഇന്ത്യയിലെ സ്ഥലത്താണ് പഠിക്കുന്നതെങ്കിൽ അവർക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കും. 150 കുട്ടികൾക്കാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം എല്ലാ വർഷവും ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഏത് രാജ്യത്താണോ താമസിക്കുന്നത് ആ രാജ്യത്തെ ഇന്ത്യൻ എംബസികൾ വഴി അപേക്ഷിക്കുക. അവരുടെ ഇപ്പം ഇന്ത്യൻ എംബസികളിലെ ഫേസ്ബുക്ക് പേജ്, ട്വിറ്റർ പേജൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പം സൗദി പോലുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് അവർക്ക് കോൺസുലേറ്റുകൾ വഴിയോ എംബസിയും കോൺസുലേറ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഇന്ത്യയുടെ ഓഫീസാണ് ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത്. ഇപ്പോൾ ദുബായിലാണെങ്കിൽ ഇന്ത്യൻ കോൺസുലേറ്റ് ആണുള്ളത്, അബുദാബിയിലാണ് ഇന്ത്യൻ എംബസി ഉള്ളത്. അപ്പോൾ അങ്ങനെ അതുവഴി മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ഇന്ത്യയിൽ ഇത്രയും തുക $4000 വരെ ഒരു വർഷം നിങ്ങളുടെ കുട്ടിക്ക് സ്കോളർഷിപ്പായിട്ട് കിട്ടും. അപ്പോൾ പഠിക്കാൻ സമർത്ഥരായ കുട്ടികൾ ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും NITയും IITകളിലും അല്ലെങ്കിൽ NAAC A ഗ്രേഡ് അക്രഡിറ്റേഷനുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. താങ്ക് യു.